ഹലോ, വെൽക്കം ടു സ്കൂൾ ഡയറീസ്. അപ്പോൾ ഇന്ന് നമ്മൾ മലയാളത്തിലെ കാക്കിരി പൂക്കിരി എന്ന് പറയുന്ന കവിതയുടെ ആശയവും അതുപോലെ തന്നെ അതിലുള്ള പ്രവർത്തനങ്ങളുമാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കാക്കിരി പൂക്കിരി എന്ന് പറയുന്ന കവിത നമ്മൾ നേരത്തെ തന്നെ പാടിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ലഭ്യമാണ്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ആദ്യം തന്നെ ആ ഒരു വീഡിയോ കണ്ട് ആ പാട്ട് നന്നായിട്ടൊന്ന് പഠിക്കുക. ഇനി നമുക്ക് അതിൻ്റെ അർത്ഥം നോക്കാം. കാക്കിരി പൂക്കിരി തേന്മാവിൻ്റെ എത്താക്കൊമ്പത്ത് കാക്കിരി പൂക്കിരി മാങ്ങകളങ്ങനെ പഴുത്തു തൂങ്ങുന്നു. കാക്കിരി പൂക്കിരി പിള്ളേരങ്ങനെ ആർത്തു വിളിക്കുന്നു. കാക്കിരി പൂക്കിരി കാറ്റിൻ കയ്യുകൾ കൊമ്പു കുലുക്കുന്നു. കാക്കിരി പൂക്കിരി നാലഞ്ചെണ്ണം നിലത്തു വീഴുന്നു. കാക്കിരി പൂക്കിരി തേൻതുള്ളികളി നാവിനു സമ്മാനം. വളരെ ചെറിയ ഒരു കവിതയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്കൊന്ന് നോക്കാം. വലിയൊരു തേന്മാവിൻ്റെ കൊമ്പത്ത് നിറയെ മാങ്ങകൾ പഴുത്തു കിടക്കുന്നു. അല്ലേ, ആദ്യത്തെ രണ്ട് വരി നോക്കിയേ. കാക്കിരി പൂക്കിരി തേന്മാവിൻ്റെ എത്താക്കൊമ്പത്ത് കാക്കിരി പൂക്കിരി മാങ്ങകൾ അങ്ങനെ പഴുത്തു തൂങ്ങുന്നു. ഇനിയോ, കാക്കിരി പൂക്കിരി പിള്ളേരങ്ങനെ ആർത്ത് വിളിക്കുന്നു. ആ തേന്മാവിൻ്റെ താഴെ കുട്ടികൾ ആർത്ത് വിളിച്ചുകൊണ്ട് നിൽക്കുന്നു. പെട്ടെന്ന് എന്താ സംഭവിച്ചേ? കാക്കിരി പൂക്കിരി കാറ്റിൻ കയ്യുകൾ കൊമ്പു കുലുക്കുന്നു. കാക്കിരി പൂക്കിരി നാലഞ്ചെണ്ണം നിലത്തു വീഴുന്നു. അപ്പോൾ പെട്ടെന്ന് ശക്തമായ കാറ്റ് വീശുന്നു. കാറ്റുകൊണ്ട് മാവിൻ കൊമ്പുകൾ കുലുങ്ങുന്നു. കാറ്റിൽ കുറച്ച് മാങ്ങകൾ താഴെ വീഴുന്നു. കാക്കിരി പൂക്കിരി തേൻതുള്ളികളി നാവിനു സമ്മാനം. അപ്പോൾ കുട്ടികൾ ഓടിപ്പോയി അവ എടുക്കുന്നു, അവ കഴിക്കുന്നു. അല്ലേ, അപ്പോൾ അവരുടെ നാവിൽ മാമ്പഴത്തിൻ്റെ തേൻ മധുരം നിറയുന്നു. ഇതാണ് കാക്കിരി പൂക്കിരി എന്ന് പറയുന്ന കവിതയുടെ വരികളുടെ അർത്ഥം. ഒന്നും കൂടി നോക്കാം. വലിയൊരു തേന്മാവിൻ്റെ കൊമ്പത്ത് നിറയെ മാങ്ങകൾ പഴുത്തു കിടക്കുന്നു. ആ തേന്മാവിൻ്റെ താഴെ കുട്ടികൾ ആർത്ത് വിളിച്ചുകൊണ്ട് നിൽക്കുന്നു. പെട്ടെന്ന് ശക്തമായ കാറ്റ് വീശുന്നു. കാറ്റുകൊണ്ട് മാവിൻ കൊമ്പുകൾ കുലുങ്ങുന്നു. കാറ്റിൽ കുറച്ചു മാങ്ങകൾ താഴെ വീഴുന്നു. കുട്ടികൾ ഓടിപ്പോയി അവ എടുക്കുന്നു. അവരുടെ നാവിൽ മാമ്പഴത്തിൻ്റെ തേൻ മധുരം നിറയുന്നു. ഇതാണ് ഈ ഒരു കവിതയുടെ അർത്ഥം. ഇനി ഈ കവിതയുടെ വരികൾക്കപ്പുറമുള്ള ആശയം കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. നോക്കോ, കാക്കിരി പൂക്കിരി എന്ന കവിത പ്രകൃതിയുടെ സൗന്ദര്യവും സമൃദ്ധിയും വർണ്ണിക്കുന്നു. തേന്മാവിൻ്റെ മരത്തിൽ പഴുത്തു തൂങ്ങുന്ന മാങ്ങകളും കാറ്റിലാടുന്ന ഇലകളും നിലത്ത് വീഴുന്ന മാങ്ങകളും അവയിൽ നിന്ന് തുളുമ്പുന്ന തേൻതുള്ളികളും കവിതയിൽ ചിത്രീകരിക്കുന്നു. ഈ കാഴ്ചകൾ കുട്ടികളിൽ സന്തോഷം ഉളവാക്കുന്നു. അവർ ആർത്ത് വിളിക്കുന്നു. പ്രകൃതിയുടെ ഈ സമ്മാനങ്ങൾ നാവിന് ഒരു ആസ്വാദ്യകരമായ അനുഭവം നൽകുന്നു. അപ്പോൾ ഇതാണ് ആ കവിതയുടെ ആശയം. ആ കവിതയിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് ഇതാണ്. ഇത് കൂടി ഒന്ന് എല്ലാ കുട്ടികളും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഉള്ളതാണ് അടുത്ത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന് താഴെ നമ്മുടെ കവിത കഴിഞ്ഞതിന് ശേഷം ഒരു ബോക്സിൻ്റെ അകത്ത് കുറച്ച് പ്രവർത്തനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിലൊന്നാമത്തത് താളം പിടിച്ച് ഈണത്തിൽ കവിത ചൊല്ലി നോക്കൂ. അത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ കാണാം. രണ്ടാമത്തത്, ഈ കവിതയിൽ ആവർത്തിച്ചു വരുന്ന 2 വാക്കുകൾ ഏതെല്ലാം? ആ വാക്കുകൾ കൊണ്ട് എന്തൊക്കെയാവും ഉദ്ദേശിക്കുക? കൂട്ടുകാരുമായി പങ്കുവയ്ക്കുക. അപ്പോൾ ഇത് കുട്ടികൾ അവരുടെ സ്വന്തം ആയിട്ട് ആലോചിച്ച് തയ്യാറാക്കേണ്ടതാണ്. അപ്പോൾ ഇതിൽ കൊടുത്ത ആ 2 വാക്കുകൾ, ആവർത്തിച്ചു വരുന്ന 2 വാക്കുകൾ ഏതൊക്കെയാണ്? കാക്കിരി പൂക്കിരി എന്നീ പദങ്ങളാണ് ഈ കവിതയിൽ ആവർത്തിച്ചു വരുന്നത്. ഇനി അതിൻ്റെ അർത്ഥം എന്തായിരിക്കാം? എന്തുവാവാം? കുട്ടികൾക്ക് അവരുടെ മനസ്സിൽ എന്താണോ വരുന്നത് അതിനനുസരിച്ച് നമുക്ക് സങ്കല്പിക്കാം. നമ്മളതിൻ്റെ ചെറിയൊരു പോയിന്റ് ഇവിടെ തരാം. നോക്കുക, കൊച്ചുകുട്ടികൾ ഒന്നിച്ച് ഓടി നടക്കുമ്പോഴും ബഹളം വയ്ക്കുമ്പോഴും കാക്കിരി പൂക്കിരി എന്ന വാക്ക് മുതിർന്നവർ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ മരങ്ങൾ നിറയെ കായ്ക്കുമ്പോൾ കാക്കിരി പൂക്കിരി എന്ന വാക്ക് ചേർത്ത് പറയാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ആയിരിക്കാം ഈ വാക്കുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത്, കവിതയ്ക്ക് ചുറ്റുമായി യോജിച്ച ചിത്രം വരച്ച് നിറം നൽകി ഭംഗിയാക്കുക. അപ്പോൾ നമ്മുടെ കാക്കിരി പൂക്കിരി എന്ന് പറയുന്ന കവിത വായിച്ചതിന് ശേഷം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ചിത്രം തയ്യാറാക്കാനാണ് ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്.
എന്നിട്ട് അതിന് നിറം കൊടുത്ത് നല്ല ഭംഗിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരു ചിത്രത്തിൻ്റെ മോഡൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ ആയിരിക്കാം. ഒരു തേന്മാവുണ്ട്, അതിൽ നിറയെ മാങ്ങകളുണ്ട്, കുട്ടികൾ താഴെ ആർത്ത് വിളിക്കുന്നുണ്ട്, അതുപോലെ തന്നെ മാങ്ങകൾ നിലത്ത് വീണിട്ടുണ്ട്. ഇനി ഇതിനെന്ത് ചെയ്യുക? അനുയോജ്യമായ നിറങ്ങൾ കൊടുത്ത് നിങ്ങൾ ഈ ചിത്രത്തെ ഭംഗിയാക്കുക. ഇനി അടുത്ത് നമുക്ക് നമ്മുടെ ഈ കവിത എഴുതിയ ആളെക്കുറിച്ചിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ കവി ആരാണ്? രാമകൃഷ്ണൻ കുമരനെല്ലൂർ. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം. മലയാളത്തിലെ ബാലസാഹിത്യകാരനാണ്. ആര്? രാമകൃഷ്ണൻ കുമരനെല്ലൂർ. പാലക്കാട് ജില്ലയിലെ കുമരനെല്ലൂരിൽ 1969 ജനിച്ചു. പൊന്നാനി AV ഹൈസ്കൂളിൽ മലയാളം അധ്യാപകനായി ജോലി ചെയ്യുന്നു. ഈച്ചയും പൂച്ചയും, കൊക്കരക്കോ, കുഞ്ഞു കവിതകൾ, എൻ്റെ കാക്ക, തൂവൽ തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട കൃതികൾ. അപ്പോൾ അതിൽ തൂവൽ എന്ന് പറയുന്ന കൃതിയിൽ നിന്നാണ് ഈ ഒരു കാക്കിരി പൂക്കിരി എന്ന് പറയുന്ന കവിതാഭാഗം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിലും നമ്മൾ ഇതുപോലെയുള്ള പുതിയ പാഠങ്ങളുമായിട്ട് വരുന്നതായിരിക്കും. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യാനും മറക്കരുത്.